അപ്പോ നിങ്ങളുടെ വിലയേറിയ ഒരു വോട്ട് നമുക്ക് തരിക പവി കാറ്റേക്കറിന് അല്ലേ? എല്ലാവരും വോട്ട് ചെയ്യാനുള്ള അവസരം പാഴാക്കാതിരിക്കുക, വോട്ട് ചെയ്യുക. വോട്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ തിയേറ്ററിലേക്ക് വരിക. പവി കാറ്റേക്കറിന് അടുത്ത വോട്ട് കൊടുക്കുക. താങ്ക് യു. അങ്ങനെ ഒരു കഥാപാത്രം അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അതിനേക്കാളും മുകളിലോ പ്രേക്ഷകരുള്ളിൽ കയറുന്ന പഞ്ചാബി വ്യവസ്ഥ ഇതിലെല്ലാം അദ്ദേഹത്തിന്റെ ഒപ്പം അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇതില് ജോൺസേന്റെ ക്യാരക്ടർ ത്രോട്ട് നിൽക്കുന്നതാണോ അതോ എന്താണ്? ആദ്യമേ ദിലീപേട്ടൻ പറഞ്ഞിരുന്നു ഒരിക്കലും എന്റെ മോളിൽ നിൽക്കുന്നത് ഒരു മനുഷ്യർ ഒരു നില കണ്ടു നിന്നാൽ മതി. വളരെ കൺട്രോളായിട്ടുള്ള ഇപ്പോഴും കണ്ടാൽ മനസ്സിലാവും. വളരെ അത് വിനീത് തന്നെ അല്പം പോലും കൺട്രോൾ എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥ. കാരണം ഞാൻ ഈ കൊച്ചിയിൽ തന്നെ ഒരുപാട് ഫ്ലാറ്റുകളിൽ താമസിച്ചിട്ടുണ്ട്. എനിക്കത് ഏറ്റവും ഞാൻ സൗകര്യം സൂക്ഷിക്കുന്നത് സെക്യൂരിറ്റി ചെയ്തെടുക്കാനായിട്ട്. കാരണം മിക്കവാറും കണ്ടിട്ടുണ്ടോ 55-60 വയസ്സായാലായിരിക്കും സെക്യൂരിറ്റീസ്. ഇവർക്കും വീടുണ്ട്. രാത്രി കാലങ്ങളിൽ അവർ ഉറക്കം വെച്ചായിരിക്കുന്നു. ജോലി ചെയ്യുന്ന വേഷത്തിനെ കുറിച്ചാണ് പറയുന്നത്. കേൾക്കൂ. ഞാൻ ദിലീപ് സെക്യൂരിറ്റി അല്ല, ദിലീപ് കേട്ടേക്കറും ദിലീപിനകത്ത് നന്മ ചെയ്യുന്നത്. എൻ്റെ പറഞ്ഞത് രാത്രി പകലെനിക്ക് ജങ്കാട് കണ്ടി പോകേണ്ടതുകൊണ്ട് ദിലീപ് രാത്രി സെക്യൂരിറ്റി ആയിട്ട് ചോദിക്കുന്നു. അത് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് ഞാൻ നോക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. എൻ്റെ സീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. ദിലീപായിട്ടുള്ള മൂവ്മെന്റ് ഇഷ്ടമായിട്ട് തോന്നി. ഇത് ഞാൻ ചിലപ്പോൾ ആലോചിക്കും, ഒരു ദിലീപിനെ വെച്ചുള്ള സിനിമ സംവിധാനം ചെയ്തു, ഇപ്പൊ അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ കഴിയുന്നു. അത് ഈ പറഞ്ഞ പോലെ കൂടെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരുണ്ടായിട്ടുണ്ടെന്ന് അത്രയൊന്നും ആയിട്ടില്ലെങ്കിൽ നാളെ ചിലപ്പോൾ എന്നെ കുറിച്ച് അങ്ങനെ പറയാം. അങ്ങനെയാണല്ലോ കാലം, ചരിത്രം. അങ്ങനെ ഉണ്ടാവട്ടെ. എന്തായാലും പവി കേട്ടെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഒരു കാര്യം ഞാൻ പറയുന്നു, നോട്ട്സ് പറയുമ്പോൾ സാധാരണക്കാരൊക്കെ പറയും ആ ദിലീപിന്റെ പുതിയ പടമില്ല, അഭിനയോട് കണ്ടിരിക്കാൻ രസമുണ്ട്, നല്ലതായിട്ട് കാണാത്ത പടമാണ് എന്ന് പറയും എന്ന് എനിക്കൊരു ഉൾവിളി തോന്നുന്നുണ്ട്. അല്ലാതെ ഞാൻ കിഴുന്നും കിഴുന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം അല്ല ഇത് കാണാം. അല്ല, അത് ജോൺസേട്ടൻ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സംവിധായകൻ നടനാകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പമല്ലേ. ഒരു ഡയലോഗ് അല്ല, ഒരു സീൻ വായിച്ച് കഴിയുമ്പോൾ തന്നെ ജോൺസേട്ടൻ അറിയാതെ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ മനസ്സിൽ കണ്ട കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് എനിക്ക് മാറ്റണമെന്ന് തോന്നിയാൽ ഞാൻ പറഞ്ഞ അപ്പോൾ തന്നെ ജോൺസേട്ടൻ അതിനേക്കാൾ ഇരട്ടി തരും. അല്ലെങ്കിൽ കുഞ്ഞെ അതങ്ങനെ അല്ല എന്ന് പറഞ്ഞു തരും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഷെയറാണ്. എനിക്ക് അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ കാര്യങ്ങൾ ഭയങ്കര ഹെൽപ്ഫുൾ അല്ലേ. ടോണി കുഞ്ഞെ എന്നൊക്കെയാണ് ഇപ്പൊ വിളിക്കുന്നത്. പണ്ട് മോനേനെ കുറിച്ചപ്പോ വേറെ എന്തോ ഒരു കുഴപ്പങ്ങൾ അല്ലേ.